ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് വളരെ വെറൈറ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി. അതുപോലെ തന്നെ സ്കൂളിലൊക്കെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ മടിയുള്ള പിള്ളേർക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരുടെ ലഞ്ച് ബോക്സ് മുഴുവനും കാലിയാകും കേട്ടോ. അങ്ങനെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ റെസിപ്പി ഒന്ന് കണ്ടു നോക്കുക. ഫുള്ളായിട്ട് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ആളെന്ന ഓപ്ഷനും കൂടെ ഒന്ന് നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഞാൻ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പോയി കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് 2 ബൗൾ ആട്ടപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമായ ആട്ടപ്പൊടി ഞാനിത് 2 ബൗളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു അര ബൗൾ മൈദ, ഈ ഒരു ബൗളിലാണ് കേട്ടോ ഞാൻ മെഷർ ചെയ്തിരിക്കുന്നത്. അതിൽ ഞാൻ ഒരു അര ബൗൾ മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് 2 ടേബിൾ സ്പൂണോളം റവ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ ഷുഗറാണ് കേട്ടോ, ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. അതുപോലെ തന്നെ റെസിപ്പിയിലേക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ചൂടാക്കിയ എണ്ണ, ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിലാണ് കേട്ടോ, ഇത് സൺഫ്ലവർ ഓയിലാണ്. അത് നമുക്കിതുപോലെ മാവിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു സ്പൂൺ ഉപയോഗിച്ച് ചൂടോട് കൂടി തന്നെ നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് 2 മീഡിയം സൈസ് പൊട്ടറ്റോ ഇതുപോലെ നന്നായിട്ട് വേവിച്ച് ഞാനൊരു ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ പൊട്ടറ്റോ നന്നായിട്ട് ഞാനിതുപോലെ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വേവിച്ച് ഇതുപോലെ വേണം മാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ ഫൈനായിട്ട് മാഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് നമ്മുടെ പൊട്ടറ്റോയും കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു കൈപ്പിടി അളവ് മല്ലിയിലയും കൂടെ നന്നായിട്ട് പൊടിയരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പൊട്ടറ്റോ മാവിൽ നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ അങ്ങനെ പൊട്ടറ്റോ ഒക്കെ മാവിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇളം ചൂട് വെള്ളമാണ് കേട്ടോ ഇത്. അത് നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ റെസിപ്പിയിലേക്ക് ആവശ്യമായ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ലൊരു ലഞ്ച് ബോക്സ് മെനു കൂടിയാണ് കേട്ടോ ഇത്. അപ്പം ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവുകളൊക്കെ ഇതുപോലെ ഉരുട്ടിയെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി ബോളുകളായി നമുക്ക് നമ്മുടെ റെസിപ്പി റെഡിയാക്കാൻ പാകത്തിന് എല്ലാം തയ്യാറാക്കി വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഞാനിതാ ചെറിയ ബോളുകളാക്കി ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എല്ലാം ഇതുപോലൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ പരത്തിയെടുക്കാവുന്നതാണ് കേട്ടോ. കാരണം നമ്മൾ കറക്റ്റായിട്ട് ചൂടുള്ള ഓയിലും റവയും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്ത് കാരണം നമുക്ക് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാണ്ട് വളരെ പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ പരത്തിയെടുക്കുന്ന സമയത്ത് അധികം പേർക്കുള്ള ഒരു പ്രശ്നമാണ് കേട്ടോ, ഒരുപാട് ഒട്ടിപ്പിടിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കറക്റ്റ് കൺസിസ്റ്റൻസിക്ക് ഓയിലൊക്കെ നന്നായി ചൂടാക്കി മാവിലൊക്കെ ഒഴിച്ച് കറക്റ്റായിട്ട് റവയൊക്കെ ചേർത്ത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ കുഴച്ച് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തി റെഡിയാക്കാവുന്ന. അപ്പോൾ നമ്മളിത് പിള്ളേർക്ക് ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് ഉച്ചയാവുന്ന സമയത്ത് ഇതൊക്കെ തണുത്ത് ഒരു മാതിരി ടേസ്റ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാവ് കുഴയ്ക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ചൂടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഉച്ചയാവുന്ന സമയം വரைക്കും നന്നായിട്ട് ആ ഒരു ക്രിസ്പിനെസ്
നമ്മുടെ പൂരിക്ക് ഉണ്ടാകും, നമ്മുടെ റെസിപ്പിക്ക് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു പാൻ വെച്ച് പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായതുകൊണ്ട് നമുക്ക് നമ്മൾ പരത്തി റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഒന്നൊന്നായി ഓയിലിലേക്ക് ഇട്ട് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ആട്ടപ്പൊടിയും അതുപോലെ തന്നെ കിഴങ്ങും വേവിച്ച് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുത്ത് റെഡിയാക്കാൻ പറ്റും നല്ലൊരു പൊട്ടാറ്റോ പൂരിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അതുപോലെ തന്നെ സ്കൂളിൽ ഉച്ചയ്ക്കൊക്കെ പോയിട്ട് ചോറ് കഴിക്കാൻ മടിയുള്ള പിള്ളേർക്കൊക്കെ ഇതുപോലൊക്കെ ലഞ്ച് ബോക്സിലിട്ട് സൈഡ് ഡിഷായിട്ട് പൊട്ടറ്റോ മസാലയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മുട്ടയൊക്കെ മസാലയായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഒരുപാട് ഇഷ്ടപ്പെട്ടത് കഴിച്ചോളൂ കേട്ടോ. അധികം പിള്ളേർക്കും ഉച്ചയ്ക്ക് ചോറുണ്ണാൻ മടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. എൻ്റെ മോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഞാൻ ഇതുപോലൊക്കെയാണ് അവൾക്ക് ഉണ്ടാക്കി കൊടുക്കാറ് കേട്ടോ. അപ്പോൾ അവൾ കഴിച്ചിട്ട് വരികയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള മാവും കൂടെ ഞാനെല്ലാം എണ്ണയിലിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പൊട്ടറ്റോയും അതുപോലെ തന്നെ ആട്ടപ്പൊടിയൊക്കെ ചേർത്ത് നമ്മൾ റെഡിയാക്കി നമ്മുടെ പൂരിത സെർവിങ് പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഞങ്ങൾ സൈഡ് ഡിഷായിട്ട് ഉപയോഗിച്ചത് ബീഫ് കറി ആയിരുന്നു കേട്ടോ. നല്ല കടലക്കറിയും അതുപോലെ തന്നെ കിഴങ്ങ് മസാലയൊക്കെ നല്ല കോമ്പിനേഷനാണ് ഇതിലേക്ക്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. വളരെ പെട്ടെന്ന് തന്നെ ഒട്ടും തന്നെ ഓയിലൊന്നും കുടിക്കാതെ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. കാരണം റവയൊക്കെ ചേർത്ത് നമ്മൾ കുഴച്ചെടുക്കുന്നത് കാരണം നമുക്ക് അധികം ഓയിലൊന്നും ഇത് ഒബ്സർവ് ചെയ്യില്ല കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതുമാണ്. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.